പൂന്തേട്ടാ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. സജ്ജമാണ്. മത്സരിക്കാൻ മത്സരിക്കാൻ തയ്യാറാണ്. എൻ്റെ പാർട്ടി പറയണ്ടേ എന്നല്ലേ പറ്റുള്ളൂ. പാർട്ടി പറഞ്ഞില്ലേ പിന്നെ മത്സരിക്കാൻ തയ്യാറല്ലല്ലോ. പാർട്ടിയാണ് നമ്മുടെ ഏറ്റവും വലിയത്. ഇത്രയാണ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുന്നത് ആയിട്ടുള്ളൂ. പാർട്ടിയുടെ നടപടി അനുസരിച്ച് അർഹതപ്പെട്ടതാണ്. ഇനിയിപ്പോൾ വേറെ രീതിയിൽ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതൊക്കെ പാർട്ടിയാണ് നമുക്ക് ഒരു അംഗീകാരം തരേണ്ടത്. അതിൽ വ്യത്യാസമായ നിലപാടൊന്നും നമുക്കില്ല. അത്രേ ഉള്ളൂ. പ്രതീക്ഷ അങ്ങനെയാണ്. വിവാദങ്ങൾക്ക് പറയാനുള്ള അധികാരം പാർട്ടിക്കുണ്ടല്ലോ. വിവാദം എന്ന് പറഞ്ഞാൽ അതപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി ഇടപെട്ട് എല്ലാതും പരിഹരിക്കാമെന്ന് എന്നോട് വാക്ക് തന്നിട്ടുണ്ട്. അത് പരിഹരിച്ചു വരുന്നുണ്ട്. പാർട്ടിയാണ് പിന്നെ അത് മുൻകൈ ഇതുള്ളത് കൊണ്ട് വേറെ ചർച്ചകളൊന്നും ഒരാളായിട്ട് നമുക്ക് സംസാരിച്ചിട്ടില്ല. അത്ര എനിക്ക് അതിൻ്റെ അകത്ത് പറയാൻ പറ്റില്ല. എല്ലാവരും എൻ്റെ ഒന്നായിട്ട് കണക്കാക്കരുത്. തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. എവിടെ എന്ത് പറഞ്ഞാലും നമുക്ക് അനുകൂലമായ സാഹചര്യമാണ് എല്ലാവരും പറയാനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ മുന്നേറ്റം നാട്ടിക മണ്ഡലത്തിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെ വിലയിരുത്തണം? അല്ല, ബിജെപിക്ക് ഉണ്ടായ മുന്നേറ്റം എന്ന് പറയുമ്പോൾ അത് പൊതുവെ നമ്മുടെ മണ്ഡലത്തിൽ മാത്രമല്ലല്ലോ, എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതൊരു പൊതുവെ ഒരു ഇതായിട്ട് എടുക്കണം. അല്ലാതെ ബിജെപിക്ക് അങ്ങോട്ട് വലിയ മാറ്റം ഉണ്ടാവേണ്ട സാഹചര്യമൊന്നും നമ്മുടെ മണ്ഡലത്തിലില്ല. അത് തെളിഞ്ഞതാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് വലിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, അന്ന് ബിജെപി കിട്ടിയ വോട്ടൊന്നും ഇപ്പോൾ ത്രിതല പഞ്ചായത്തിൽ കിട്ടിയിട്ടില്ല. LDF ഒരു പഞ്ചായത്തിൽ ഓരോ പഞ്ചായത്ത് വെച്ച് കണക്ക് ടോട്ടൽ മണ്ഡലത്തിൽ ഇപ്പോൾ 5,000 വോട്ടിൻ്റെ വ്യത്യാസം ലീഡുണ്ട്. ഉണ്ട്. എനിക്ക് കിട്ടിയത് 20,000 വോട്ടിൻ്റെ ലീഡ്. പൊളിറ്റിക്കൽ വോട്ടാണല്ലോ, നമ്മൾ അങ്ങനെയല്ലേ കണക്കാക്കുക. പിന്നെ വാർഡ് അടിസ്ഥാനത്തിലൊക്കെ വോട്ട് കണക്കാക്കി നോക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഇരട്ടി കാണാൻ വഴിയുണ്ട്. പക്ഷെ മൊത്തം ഈ വോട്ടിനനുസരിച്ച് വലിയ കുഴപ്പമില്ല. മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ചെയ്തതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോഗ്രസ് കാർഡ് ജനങ്ങൾ അംഗീകരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പരാതി ഒരു മേഖലയിൽ നിന്നും വന്നിട്ടില്ല. എല്ലാവരും വളരെ എന്നോട്, ഇപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും മറ്റുള്ള പാർട്ടികളായാലും വളരെ സൗഹൃദ ബന്ധമാണ് പുലർത്തുന്നത്. ഒരാൾക്ക് എന്നോട് എതിർപ്പ് ഉണ്ടായിട്ടില്ല. പലവരും എപ്പോഴും എൻ്റെ ഓഫീസിൽ കയറി വരും, എല്ലാ കാര്യം ചോദിച്ചു. അവർക്കും നമ്മൾ സർക്കാരിൻ്റെ അനുകൂലം രാഷ്ട്രീയമായിട്ട് മാറ്റി നിർത്തി എല്ലാവർക്കും വളരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി കൊടുത്തു. അത് തീരാന്ന് വെച്ചാൽ എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു, സർക്കാരിനോട് പറയാൻ പറഞ്ഞു. സർക്കാരിനോട് ഞാൻ പറഞ്ഞു, അങ്ങനെ എൻ്റെ ഒരു രേഖ ഇല്ല അതിൻ്റെ അകത്ത്. ഞാൻ രേഖ ഒരാൾക്ക് കൊടുത്തിട്ടില്ല. ഞാൻ മസൂദ് പൊട്ടയാണ് എന്ന് പറഞ്ഞിട്ട് നടപടി എടുക്കുന്ന ഒരു രേഖയും കൊടുത്തിട്ട്. പക്ഷേ വാക്കാൽ വന്നപ്പോൾ ഈ ഒപ്പ് എൻ്റെ ആണോ ചോദിച്ചു. ഒപ്പ് എൻ്റെ അല്ല എന്ന് പറഞ്ഞപ്പോൾ അതാണ്. അല്ലാണ്ട് വേറെ ഒന്നും. അവനോട് പാർട്ടി പറഞ്ഞു ഇത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ സെക്രട്ടറിയോട് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ചുമതലയുള്ള ആൾക്കാർ വന്നപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാനിത് പോകുന്നില്ല. അല്ല, അങ്ങനെ എൻ്റെ പാർട്ടിയിൽ വിശ്വസിക്കുമ്പോൾ അങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിക്കേണ്ടത്. വേറെ ഒന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ. എൻ്റെ പാർട്ടിയിലേത് വേറൊരു അപസ്വരം ഇതുവരെ അതിന് ശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പുസ്തകം ഇറക്കിയപ്പോൾ പുസ്തകത്തിൻ്റെ അകത്ത് ഒരു എന്താ പരിശോധിക്കുന്ന പാർട്ടി പറഞ്ഞു. പാർട്ടി പരിശോധിച്ചാണ് ആ പുസ്തകം ഇറക്കിയത്. അർഹതപ്പെട്ടത് ഞാൻ പിന്നെ അങ്ങനെ വല്ല പാർട്ടിയല്ല പിന്നെ എൻ്റേത്. പിന്നെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. 2ാം ടൈം പാർട്ടിയാണ്. പല ഒരു സംശയം എനിക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ചിലതൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസമുള്ളത് ചിലപ്പോൾ വർക്കുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ തുടരാനൊക്കെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു അപകട സ്വരം നമ്മുടെ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ്. വളരെ ജനങ്ങൾ മുഴുവൻ വളരെ തൃപ്തികരമായൊരു സമീപനമാണ് എന്നോട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നാളെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് വേറെ എന്തോന്ന് പറയാൻ കഴിയും. എന്തായാലും വളരെ അനുകൂലമായ സാഹചര്യമാണ് എൻ്റെ മണ്ഡലത്തിലുള്ളത്. അതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ BJPയുടെ ഒരു സുരേഷ് ഗോപി കിട്ടിയ വോട്ട് വരുമ്പോൾ നമ്മൾ വളരെ പിറകിൽ പോകേണ്ടതാണ് മണ്ഡലം. അപ്പം അങ്ങനെ ഒരു അപകടസ്ഥിതി മണ്ഡലത്തിൽ ഇല്ല എന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസത്തിലാണ്. വേറെ സംശയങ്ങളൊന്നുമില്ല.